അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരു പ്രോഗ്രാം, കാസർഗോഡ് ജില്ലയിൽ വെച്ച് നടന്നൊരു പ്രോഗ്രാം സമസ്ത. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതൊരു മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ വർഗീയപരമായിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഈ ഒരു പ്രോഗ്രാം ആരാ നടത്തുന്നോ എന്തെങ്കിലും എനിക്കൊന്നും അറിയില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. എനിക്ക് ഉണ്ടായ ഒരു 2 ബാഡ് ഇൻസിഡൻറ്റ് പറയാൻ വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സിനും ഉണ്ടായിട്ടുള്ള ഒരു ബാഡ് ഇൻസിഡൻറ്റ്. ഇപ്പോൾ 4 ദിവസമായിട്ട് ഈ പ്രോഗ്രാംസ് ഇവിടെ നടക്കുകയാണ്. ഇന്നലെ അതിൻ്റെ സമാപനമായിരുന്നു. ഈ 4 ദിവസം ഇവിടെ കാസർഗോഡ്, കണ്ണൂർ ജില്ല, ബാക്കിയുള്ള ജില്ലകളുടെ കാര്യം എനിക്കറിയില്ല. കാസർഗോഡ്, കണ്ണൂർ ജില്ല മൊത്തം ബ്ലോക്കായിരുന്നു. മൊത്തം ബ്ലോക്കായിരുന്നു. ലാസ്റ്റ് ഡേ സഹിക്കാൻ പറ്റാത്ത ബ്ലോക്കായിരുന്നു. എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് റിസപ്ഷൻ ആയിരുന്നു എന്നല്ല, ഞാൻ അതൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ജലദോഷമാണ്, സോറി. അതും ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ്, കണ്ണൂരിൽ നിന്നുള്ള ഫ്രണ്ട്സ്, ഈ ഒരു കല്യാണത്തിന് ഓൾമോസ്റ്റ് ഒരു 9:30-10 മണിയാകുമ്പോൾ, കണ്ണൂരിൽ നിന്നല്ല, അവർ തളിപ്പറമ്പിൽ നിന്നാണ് വണ്ടി വിടുന്നത്. തളിപ്പറമ്പിൽ നിന്ന് അവരിറങ്ങി ഓൾമോസ്റ്റ് ഒരു 9:30-10 മണി. ആ വണ്ടി കാഞ്ഞങ്ങാട് എത്താൻ നോർമലി ഒരു 1.5 മണിക്കൂർ പോട്ടെ, 2 മണിക്കൂർ കണക്കാക്കാം നമുക്ക്. 2 മണിക്കൂറിനുള്ളിൽ എത്തും. 9:30 അവർ കയറി കഴിഞ്ഞാൽ 2 മണിക്കൂർ 11:30 ആകുമ്പോൾ അവിടെ എത്തും. അവർ എത്തിയത് 5 മണിയാവാറാകുമ്പോഴാണ്, വൈകുന്നേരം 5 മണിയാവാറാകുമ്പോൾ. ഈ ഒരു പ്രോഗ്രാം കാരണം അവരുടെ അത്രയും നല്ല ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അത്രയും ആഗ്രഹിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അവർക്ക് ആ കല്യാണം കാണാൻ പറ്റിയിട്ടില്ല. അവിടുത്തുള്ള ഒരു പ്രോഗ്രാമിനും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അവരിറങ്ങുമ്പോൾ പെണ്ണും ചെക്കനും ഇറങ്ങുകയാണ്. എന്തോ ഭാഗ്യത്തിന് അവർക്ക് ഫുഡ് കിട്ടി. പിന്നെ ഇതേ ഒരു സംഭവം അന്നത്തെ ദിവസം, ഇന്നലെ ആയിരുന്ന സംഭവം, ഇന്നലെ അതേ റിസപ്ഷൻ്റെ നൈറ്റ് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. എൻ്റെ വീട് ചെറുവത്തൂരാണ്, എൻ്റെ വീട് കാഞ്ഞങ്ങാട്. അപ്പോൾ ഞാൻ നൈറ്റ് പ്രോഗ്രാംസിനൊക്കെ പോയി, നമ്മൾ DJ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 1 മണി 1:30 ആ ഒരു ടൈമിനാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഞാൻ വലിയ ബ്ലോക്കൊന്നും ഉണ്ടാവില്ല, എനിക്കൊന്ന് കിടന്നാൽ മതി എന്നായിരുന്നു. കാരണം രാവിലെ എനിക്ക് ക്ലാസ്സിന് പോകണം. അപ്പോൾ ഒന്ന് കിടന്നാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ സമാപന സമ്മേളനം കഴിഞ്ഞ് ഇവർ തിരിച്ച് പോവാണ്. ഞാൻ ഒരു മണിക്കൂർ എനിക്ക് വേണ്ട, 1 മണിക്കൂറും വേണ്ട എനിക്ക് നാട്ടിലേക്ക്. 1:30 അവിടെ നിന്ന് ഇറങ്ങിയ ഞാൻ വീട്ടിലെത്തുന്നത് 6 മണിക്കാണ്. 5:30-6 മണി ആ ഒരു ടൈമിലാണ് ഞാൻ എത്തുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനൊരു പ്രോഗ്രാം ഭയങ്കര പ്രൗഡാണ്. കാസർഗോഡ് ഇങ്ങനൊരു വലിയ പ്രോഗ്രാം വന്നതിൽ ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഈ പ്രോഗ്രാമിനെ പറ്റിയിട്ട് ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇങ്ങനൊരു പ്രോഗ്രാം നിങ്ങൾക്ക് മര്യാദയ്ക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രോഗ്രാം നടത്താതിരിക്കുക. ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആ പ്രോഗ്രാം നടത്തിയിട്ട് എന്താണ് കാര്യം? ഞാൻ ഈ ഒരു വീഡിയോ ഇടണ്ട, അല്ലെങ്കിൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. പക്ഷേ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ ഞാൻ റീൽസ് നോക്കുന്ന തൊട്ട് എനിക്ക് കാണുന്നത് കുറച്ച് ആൾക്കാരുടെ റീൽസാണ്. സമസ്തയുടെ പ്രോഗ്രാം കഴിഞ്ഞതല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയ ബ്ലോക്ക് നിങ്ങൾ കണ്ടോ എന്നുള്ളത്. അതും ഭയങ്കര ഒരു വലിയ സംഭവം പോലെയാണ് അവർ പറയുന്നത്, ഇവരുണ്ടാക്കിയ ബ്ലോക്കിനെ പറ്റിയിട്ട്. ഈ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇനി ഈ പ്രോഗ്രാം എന്നല്ല, എന്ത് പ്രോഗ്രാം ആയാലും മറ്റുള്ളവർ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുക ഗൈസ്. അത്രയും എനിക്ക് പറയാനുള്ളൂ. എന്നുവെച്ചാൽ എനിക്കിപ്പോൾ ജലദോഷം വന്നതുപോലും, ഞാൻ ഇന്ന് ഫുള്ള് എനിക്ക് ബോഡി വീക്കായിരുന്നു. എനിക്ക് രാവിലെ തൊട്ട് ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 4 ദിവസമായിട്ട് ഞാനൊരു ഡാൻസറാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ ഒരു സീസൺ ടൈമാണ്, ഒരു 3 മാസത്തെ സീസൺ ടൈം ഭയങ്കര പീക്കാണ്. എന്നെപ്പോലെ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഓടുന്ന ആൾക്കാരുണ്ടാവും. ഈ 4 ദിവസം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് പഠിപ്പിക്കാൻ പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അപ്പം ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കോർഡിനേറ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം. കാരണം ഇത്രയും ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളത് കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം നടത്താതിരിക്കുക.